Watch full episodes on Jio Hotstar. ചായ താങ്ക് യു. ഓഹോ നല്ല ചൂടാണല്ലോ. മോട്ടോ ഇങ്ങോട്ട് നോക്ക്, ന്യൂസ് പേപ്പറിൽ എന്ത് വാർത്തയാ വന്നിരിക്കുന്നതെന്ന്. 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു മുനി ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടത്രേ. ആ പുസ്തകം ഈ ഫുർഫുറി നഗറിലെ കാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് ഗുഹയിലാണത്രേ ഉള്ളത്. അതെ പതിലു, ഇത്രയും വിലപിടിപ്പുള്ള ഒരു പുസ്തകം ഫുർഫുറി നഗരത്തിലെ കാട്ടിലുള്ള ഒരു ഗുഹയിലുണ്ടെന്നോ? ആ പുസ്തകം വെറും പുസ്തകമല്ല, ഒരു നിധിയാണ്. നിധി. നിധിയോ? പതിലു പെട്ടെന്ന് പറ, ഏത് ഗുഹയ്ക്കുള്ളിലാണ് ആ നിധി ഉള്ളത്? ചേട്ടാ മോട്ടു, എന്റെ ചങ്ങേന്റെ ബ്രോ, എന്റെ അടുത്ത് കേവ് ഹണ്ടിങ് ഗാഡ്ജറ്റ് ഉണ്ട്. വരൂ, എന്നാ നമുക്ക് ആ കേവ് തെരഞ്ഞ് കണ്ടുപിടിക്കാം സുഹൃത്തുക്കളെ. നിധി ചെരിഞ്ഞ് കണ്ടുപിടിക്കാൻ പോകുന്നത് മോട്ടുവും പത്തിലുവും, പക്ഷെ അത് കൊള്ളയടിക്കാൻ പോകുന്നത് ജോൺ ദ ഡോൺ. എന്റെ അമ്മോ, ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, മരത്തിന്റെ മേലെ ഒരു പാറയുണ്ടോ നോക്കിയേ. ദേ ആ ഡയറക്ഷനിലാണ് കാണിക്കുന്നത്. നമ്മൾ തെരഞ്ഞു വന്ന നിധി അവിടെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. ഗുഹ ദേ ഈ പാറയുടെ പുറകിലാണ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ ഇത് എങ്ങനെ നീക്കി മാറ്റും? നിങ്ങളെ കൊണ്ട് ഇത് നീക്കാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണോടാ. അത് ചെയ്തു കഴിഞ്ഞാലേ പിന്നെ എനിക്കും ആ നിധിക്കും ഇടയിലെ വേറെ ആരും ഉണ്ടാവില്ല. അയ്യോ, ഇതെന്തായി സംഭവിക്കുന്നത്? ഓടിക്കോ, ഓടിക്കോ. ഓടാൻ പോലുള്ള അവസരം തന്നില്ലല്ലോ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. ഇപ്പൊ നിധി എനിക്കാണ് സ്വന്തം. എനിക്ക് കിട്ടാൻ പോകുന്ന ഈ നിധിയെ വേറെ ആർക്കും രക്ഷിക്കാനാവില്ല. നമ്പർ 1, നമ്പർ 2, ഫോളോ മീ. എന്നപ്പോ ഇതെവിടുന്ന വന്നത്? ആരെങ്കിലും ഇപ്പൊ നമ്മളെ ഇതിനെടുത്ത് രക്ഷിക്കോ? എന്താ വല്യേട്ടാ ഇത്? വല്യേട്ടന്റെ ഗാഡ്ജറ്റ് കേവ് ഹണ്ടിങ് തന്നെയല്ലേ? അതോ ലയൺ ഹണ്ടിങ് ആക്കി മാറ്റിയോ അത്? എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ ആ ഗുഹയ്ക്കകത്തോട് കേറിയില്ല. വേറെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തു വല്യേട്ടാ. തെരഞ്ഞു കണ്ടുപിടിക്കാം. ഇവിടെയുണ്ട്, അല്ല ഇവിടെയുണ്ട്, അല്ല ഇവിടെയുണ്ട്. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, ഗുഹ ദേ ഇവിടെ താഴെ ഉണ്ടെന്നേ. വരൂ, എല്ലാവർക്കും പോയി നോക്കാം. ഇപ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് തന്നെ നിധി കിട്ടും. എന്റെ അമ്മോ, ഞാൻ ഇവിടെ നിന്നോണ്ട് 4 ഭാഗത്തും ശ്രദ്ധിച്ച് നോക്കിക്കോളാം. ആ ലയൺ ഇങ്ങോട്ട് വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാന്നേ. പൊളിച്ചെടുത്തല്ലോ, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട് ട്ടാ. ഇവന്മാർക്ക് ബുക്ക് കിട്ടിയെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര നേരം ഞാൻ കാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനും അകത്ത് ചെന്ന് ബുക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. പെട്ടെന്നാവട്ടെ, ഫോളോ മീ. എന്റെ അമ്മോ, മോട്ടുപുത്രോ, നിങ്ങൾ എവിടെയാണ്? ആരാണ് തല്ലിയത്? മര്യാദക്ക് പറഞ്ഞോ. ഇതെന്താണ്? ഹാങ്ങിങ് റോപ്പോ? ഇതൊരു വലിയ പാമ്പാണ്. എന്റെ അമ്മോ, അനക്കോട്ട. Stop eating my friends. ഇളനീർ പട്ടാളമേ, go attack. Okay, Chingu sir.
വാടാ. എന്താ അയ്യോ രക്ഷിക്കണേ എന്റെ അമ്മോ പ്ലീസ്. ഈ മോട്ടും പത്രവും നിധി തരയുന്നോ അതോ എന്നെ ക്ലോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നോ? ഓടി രക്ഷപ്പെടടാ എന്റെ അമ്മ. വാടാ നമുക്ക് ഓടാ. വരൂ നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം. ചേടാ എന്റെ ചങ്കേന്റെ ബ്രോ. ഒരു പക്ഷെ ഈ ഗുഹ നമ്മൾ തെരഞ്ഞെടുത്ത ഗുഹയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയേട്ട ഇപ്രാവശ്യം ഞങ്ങൾ ആരും ഗുഹയ്ക്കുള്ളിൽ കയറില്ല. ആദ്യം വലിയേട്ടൻ എക്സ്റേ സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് ബുക്ക് അതിനകത്ത് തന്നെ ഉണ്ടോന്ന് നോക്ക്. അല്ലെങ്കിൽ വല്ല കാട്ടുമൃഗങ്ങളും ഉണ്ടോന്ന് നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ സ്കാൻ ചെയ്ത് നോക്കാം. ഷെടാ എന്തൊരു അതിശയം. സ്കാൻ ചെയ്തപ്പോഴേ ഈ ബുക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലെറ്റ്സ് ഗോ സുഹൃത്തുക്കളെ. ഫൈനലി എനിക്കിപ്പോ നിധി കിട്ടാൻ പോകുന്നു. ഫോളോ മീ. എന്താണത്? അടിപൊളി ബുക്ക് കിട്ടിയല്ലോ. എല്ലാവരും അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നോണം. നമ്പർ 1 അവരെ കെട്ടിയിടാ. നിധി എവിടെയാടാ ഉള്ളത്? മര്യാദക്ക് പറ. നീ എന്ത് നിധിയെ പറ്റി ചോദിക്കുന്നേ? അതിനെവിടെയാണ് നിധി? ഞങ്ങൾ എല്ലാവരും ഈ ബുക്കിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നത്. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുനിമാർ എഴുതിയ ഒരു ബുക്കാണ്. ഈ ബുക്കിലുള്ള കാര്യങ്ങള് ഒരു വലിയ നിധിക്ക് സമമാണെന്നാണ് പറഞ്ഞത്. ഈ ബുക്കിന് വേണ്ടിയാണോ ഞാൻ സിംഹത്തിന്റെ ഗുഹയിൽ പോയി കുടുങ്ങിയത്? അനകോണ്ടയുടെ വായിനകത്ത് പോവാതെ രക്ഷപ്പെട്ടത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. തീർച്ചയായും ഞാൻ ഇതിന് പ്രതികാരം വീട്ടും. ഈ പുസ്തകം ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി ആർക്കെങ്കിലും വിൽക്കാൻ പോവുക. എടാ ആ പുസ്തകം എടുക്കടാ. ഓടിക്കോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. പത്രം അങ്ങോട്ട് നോക്ക്. എന്തോ തുറക്കുന്നുണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്താണ് താഴെ? വേഗം വരൂ, നമുക്ക് പോയി നോക്കാം. വേഗം വരൂ. എന്താ ഇത്? ശരിക്കും നിധി തന്നെയാണ്. മോട്ടോ എഴുന്നേൽക്ക. മോട്ടോ എഴുന്നേൽക്ക. നിധി, ശരിക്കുള്ള നിധി. നിധി മോട്ടു, ഇപ്രാവശ്യം നീ മയങ്ങി വീണാൽ നിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവും. സോറി പത്തലു. ഇതാ പിടിച്ചോ. നിങ്ങളുടെ പുസ്തകം നിങ്ങൾ തന്നെ വെച്ചോ. എന്താ ഉള്ളത് ഈ പുസ്തകത്തില്? വേസ്റ്റ് പേപ്പർ വാങ്ങിക്കുന്നവൻ പോലും വാങ്ങിക്കുന്നില്ല. നെക്സ്റ്റ് ടൈം സംസാരിക്കുമ്പോ കറക്റ്റായി സംസാരിക്കേ. ബുക്ക് തെരഞ്ഞു പോവുകയാണെങ്കിലേ ബുക്ക് എന്ന് വ്യക്തമായിട്ട് പറയണം, മനസ്സിലായോ? അതല്ലാതെ നിധി എന്ന് ഒച്ച വെക്കാൻ പാടില്ല. ആവശ്യമില്ലാതെ നിന്റെ പുറകിൽ വന്നതിനേ എന്റെ സമയം പാഴായി. അതേ നടന്നുള്ളൂ. ശരിക്കും അവിടെ നിധി ഉണ്ടായിരുന്നു. പക്ഷേ നിനക്ക് ഒട്ടും ക്ഷമയില്ലതായി പോയില്ലേ? നിനക്ക് അല്പം കൂടി ക്ഷമയുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നീ അത് കണ്ടേനെ. വിശ്വാസം ഇല്ലെങ്കിൽ നീ ദേ ആ TV നോക്ക്. ന്യൂസിൽ നിനക്കത് കാണാൻ പറ്റും. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ചൂടുള്ള വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. ആ വാർത്ത എന്താണെന്നല്ലേ? പ്രശസ്തനായ മോട്ടു പത്ലു ടീം ഒരു നിധി കണ്ടെത്തിയിരിക്കുകയാണ്. ആഹാ, അതറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇവിടെ തന്നെയല്ലേ ഉള്ളത്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം കൊണ്ട് കണ്ണ് അടയ്ക്കുകയേയില്ല. അതെ, ഞാൻ ഇന്നലെ തൊട്ട് വായിച്ചോണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അതിപ്പോ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ച
കുറച്ചല്ലേ ഉള്ളൂ. ആ നിധിയുടെ വില നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. അതെ അതെ, വേസ്റ്റ് പേപ്പർ കടക്കാരൻ പോലും വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് എന്ത് വാല്യൂ ഉണ്ടാവാനാ? ഇതാ നിധി കാണൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കള്ളം കള്ളം കള്ളം, ഇതെവിടെ ഉണ്ടായിരുന്നു? അതെ ജോൺ, നീ അവിടുന്ന് ഓടിപ്പോന്നില്ലേ? അതിനുശേഷമാണ് ഈ നിധി പുറത്തു വന്നത്. അതിന് താഴെയായിട്ടൊരു ട്രാപ്പ് ഡോർ ഉണ്ടായിരുന്നു, ഒരു രഹസ്യ വാതിലുണ്ടായിരുന്നു. ജോണേ, നീ വളരെ ധൃതിയിൽ അവിടെ നിന്ന് ആ പുസ്തകം എടുത്തോണ്ട് ഓടിപ്പോയില്ലേ? അതുകൊണ്ടാ നിനക്ക് നിന്റെ കണ്ണിൽ അവിടെ വേറൊന്നും കാണാൻ കഴിയാതിരുന്നത്. എന്താ? അപ്പൊ ഞാൻ വീണ്ടും പോണം, ആ മരയുടെ മുകളിൽ പോണം. വീണ്ടും ഞാൻ നിധി തെരഞ്ഞ് കണ്ടുപിടിക്കടാ. മമ്മി ഡാഡി വരൂ, നമുക്ക് ചേർന്ന് തിരയാം നിധി. ബൈ ബൈ. ഹലോ ഗൈസ്, ലെറ്റ് മീ ടെൽ യു, നമ്മുടെ മോടിച്ചേട്ടൻ ഒരു മാസമായിട്ട് ലൈബ്രറിയുടെ അകത്താണ്. ഒരുപാട് ബുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇന്ന് അദ്ദേഹം പുറത്തു വരുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പുറത്തു വരുമ്പോൾ എത്ര നോളജ് ഉള്ളതെന്ന് നോക്കാം. പ്ലീസ് കീപ് വാച്ചിങ് മൈ ചാനൽ മിക്കി ഓൺലൈൻ. 10 രൂപ പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്റെ വ്യൂവേഴ്സിന് വേണ്ടി പറയോ, മോട്ടുചേട്ടന് ഈ പഠിക്കുന്ന ആഗ്രഹം എങ്ങനെയാ തോന്നിയത്? മോട്ടു ഒരു ദിവസം TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരാള് മഹാനാവണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരുപാട് വിവരം വേണമെന്ന് പറഞ്ഞിരുന്നു. അത്രയോ ഓർമ്മയുള്ളൂ. അതിനുശേഷം അവൻ ആ ലൈബ്രറിക്കകത്ത് കയറി ലോക്ക് ചെയ്ത് അവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചോണ്ടിരിക്കുക. അതെ, നിങ്ങളവിടെ കണ്ടോ, മോട്ടുചേട്ടൻ വരുന്നുണ്ട്. ഇത് മോട്ട് തന്നെ അല്ലേ? മീശയും താടിയൊക്കെ ഒരുപാട് വളർന്നല്ലോ. ശരി, അത് വിട്ടേക്ക്. വായിച്ച് വിവരം കൂടിയതിനൊപ്പം താടിയും മീശയും വളർന്നിരിക്കുന്നു. എന്റെ സുഹൃത്തേ മോട്ടു, മോട്ടു, എന്റെ കൂട്ടുകാരെ സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ജഡ്ക കസിഡ റാം സിംഗൻ സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചങ്കയുടെ ബ്രോ, ഞങ്ങളെല്ലാവരും നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഫേസിൽ ഒരു സാറ്റലൈറ്റ് ഡിഫക്റ്റീവ് ആയിരിക്കുകയാണ്. അത് മെയിൻ സാറ്റലൈറ്റിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനകം അത് രണ്ടും കൂട്ടിമുട്ടും. അങ്ങനെ സംഭവിച്ചാലേ സ്പേസിലുള്ള എല്ലാ സാറ്റലൈറ്റും ജാം ആകുമെന്ന്. അതിനുവേണ്ടി ജോലികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എന്നാൽ നിങ്ങൾ പൊക്കോ, ടിഫിനും ചായയൊക്കെ കുടിക്കേ, ഞാൻ പോയിട്ട് വരാട്ടോ. ഓക്കേ വലിയേട്ടാ. ഇവിടെ എന്താണ് നടന്നത്? അയ്യോ, അല്ല, എന്താ അത്? വണ്ടിയൊക്കെ കൂട്ടിയിടിക്കുകയാണല്ലോ. അയ്യോ, ഇതെന്തായി സംഭവിച്ചേ? അല്ല, നീ വണ്ടി റോഡിട്ട് എന്തെടുക്കാണ്? നീ ഒരു ട്രാഫിക് ജാം ആയത് കണ്ടില്ലേ? ഒന്ന് വണ്ടി വേഗം എടുക്ക. അയ്യോ, പഞ്ചർ. ദേ ചേട്ടാ, ടയർ പഞ്ചറായതാ. കുറച്ച് സമയം എന്താ, ഞാനെന്തെങ്കിലും ചെയ്യാം. സോറി, വെരി സോറി. ടയർ പഞ്ചറായതാ. ഇവിടെ അടുത്താണെങ്കിൽ പഞ്ചർ ഒട്ടിക്കുന്ന കടയില്ല. ഇവിടുന്നാണ് അരമണിക്കൂറിനകം ട്രക്കിന് കമാൽപൂർ എത്താനും പറ്റില്ല. പ്ലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യല്ലേ, ഞാൻ തകർന്നു പോവും. പ്ലീസ് പ്ലീസ്. അത് കണ്ടില്ല പത്തുലു, അയാൾ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ പോയി അയാൾക്ക് കുറച്ച് അറിവ് പകർന്നു കൊടുത്തിട്ട് വരാമേ. കാരണം അറിവ് പകർന്നു കൊടുക്കും തോറും വീണ്ടും വർദ്ധിക്കുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ സഹോദര, കരയണ്ട. നിങ്ങളുടെ സാധനങ്ങളൊക്കെ 15 മിനിറ്റിനുള്ളിൽ കമൽപൂരിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഓ റിയലി? താങ്ക് യു. പക്ഷെ എങ്ങനെ? അല്ല ചേട്ടാ, നിങ്ങൾ ഈ കോടാലി എന്തിനാ എടുക്കുന്നേ? അതൊക്കെ ഇപ്പൊ പറഞ്ഞു തരാം. അയ്യോ, ഇതെന്തായി ചെയ്യുന്നേ? എന്താ ഇത്? എന്റെ തടി കഷ്ണങ്ങള്.
വേണ്ട, നീ എന്നെ തകർത്ത് കളഞ്ഞു. ദേ എന്റെ മുഴുവൻ പണം മുക്കിയില്ലേ. ഇനിയിപ്പൊ ഞാൻ ഹാരി ട്രാൻസ്പോർട്ടറിന് എന്ത് ഉത്തരം പറയും? ഞാൻ നിങ്ങളെ രണ്ടുപേരെ അതേ ബായി, റിവറിലൂടെ പോയി കഴിഞ്ഞാൽ കമൽപൂർ 5 കിലോമീറ്ററേ ഉള്ളൂ. റോഡിലൂടെ പോവുകയാണെങ്കിൽ 20 കിലോമീറ്ററോളം വരും. അപ്പോ ഈ റിവറിലൂടെ 10 മിനിറ്റ് കൊണ്ട് എല്ലാം കമൽപൂരിൽ എത്തിച്ചേരും. അവരെ വിളിച്ചിട്ട് വേഗം പറയേ ആ തീരത്ത് നിന്ന് ഈ ട്രീ ലോക്സ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്. അടിപൊളി, എന്തൊരു ഐഡിയ ഇത്. എന്റെ ചേട്ടാ, നിങ്ങളുടെ സാധനങ്ങൾ കമൽപൂർ റിവറിൽ നിന്ന് കളക്ട് ചെയ്തോളൂ. നദി വഴി ഒഴുകി വരുന്നുണ്ട്. എന്റെ ചേട്ടാ, നിങ്ങളുടെ കഴിവ് അപാരം തന്നെ. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ എന്നെ ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മോട്ടു, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഇതിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഇവൻ നമ്മളെ പഞ്ഞിക്കിടും. അപ്പൊ ഓക്കെ ബൈ, ഞങ്ങൾ എന്നാ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരോടും വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അല്ല വല്യേട്ടാ, ഇതെന്താണ്? എന്റെ ബ്രോ, സ്പേസിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്പെഷ്യൽ റോക്കറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ റോക്കറ്റ് ഉണ്ടല്ലോ 5 മണിക്കൂറിൽ സ്പേസിലെ റീച്ച് ആവും. പക്ഷെ 1 മണിക്കൂറിൽ നമ്മൾ അവിടെ എത്തിയില്ലെങ്കിൽ ഡിഫക്റ്റീവ് സാറ്റലൈറ്റ് മെയിൻ സാറ്റലൈറ്റിനെ കൂട്ടിമുട്ടും. അതിനുശേഷം എല്ലാ സാറ്റലൈറ്റും ജാം ആകുമെന്നേ. ഞാൻ റോക്കറ്റിനെയും സാറ്റലൈറ്റ്സിനെയും കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു. അതിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് റോക്കറ്റ് ഒരു 2 ഡിഗ്രി ടിൽറ്റ് ചെയ്യണം. അതായത് ഒന്ന് ചായ്ക്കണം. അതായത് 2 ഡിഗ്രി. അപ്പോ 1 മണിക്കൂറിനുള്ളിൽ അത് സ്പേസിൽ എത്തിച്ചേരും. ലെറ്റ് മീ ഷോ. ഫോളോ മീ. ലോഗോൺ. അല്ല, ഇവിടെ എന്താണ് നടക്കുന്നത്? നമുക്ക് ഓടിയേക്കാം. എന്റെ അമ്മോ, റോക്കറ്റ് മോളിലേക്ക് വിടേണ്ടത് ഞങ്ങളുടെ മീതെ അല്ല. സോറി പത്ലു, ഞാനിതിപ്പോ തന്നെ ശരിയാക്കാമേ. റോക്കറ്റ് പറക്കാൻ പോകുന്നു. ഗൈസ്, റോക്കറ്റ് പറന്നുപോയി. നമുക്ക് എല്ലാവർക്കും അത് പോകുന്നത് കാണാം. വാവ് മോട്ടു, നീ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് സ്പേസിലേക്ക് കൊണ്ടുവന്നല്ലോ. ഈ സാറ്റലൈറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ മറ്റേതായിട്ട് എന്ന് കൂട്ടിയിടിക്കുമല്ലോ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തേ മതിയാവൂ. വരൂ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വരൂ. പത്ലു, സമയം വളരെ കുറവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് പോയാൽ മതിയാകൂ. എന്താ ചെയ്യുക? 1 മിനിറ്റ് നിൽക്ക്. ഇന്നാ പിടിച്ചോ. ഇത് നിന്റെ ഇടുപ്പിൽ കെട്ടിക്കോ. എന്നിട്ട് സ്കൈ വാക്ക് ചെയ്തിട്ട് അതിന്റെ അടുത്തേക്ക് പോയിക്കോ. നമുക്ക് നടന്നല്ല, സ്പീഡായിട്ട് വേണം സാറ്റലൈറ്റിന് അടുത്തേക്ക് പോകാനായിട്ട്. എന്താ ചെയ്യുക? ഇതുകൊണ്ട് കാര്യം നടക്കുമെന്ന് തോന്നുന്നു. വരൂ. എന്റെ മോട്ടോ സൂക്ഷിച്ച്. ഡോണ്ട് വറി പത്ലു. അയ്യോ, നോ. എങ്ങനെയെങ്കിലും എനിക്ക് ബാലൻസ് ചെയ്തേ മതിയാകൂ. ഞാൻ എത്തിക്കഴിഞ്ഞു. ഇല്ല. വലിയേട്ടാ, രക്ഷിക്കണേ. മോട്ടോ സൂക്ഷിച്ച്. അയ്യോ, ഇത്രയും ആസ്ട്രോയിഡ്സ് എവിടുന്നാ ഇത്ര പെട്ടെന്ന് വരുന്നത്? അയ്യോ, നോ, നോ. അയ്യോ, രക്ഷിക്കണേ. സാറ്റലൈറ്റ് അടുത്തുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അതിന്റെ അടുത്ത് എത്തിയേ പറ്റൂ.
പത്ലു ആ മോട്ടു ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? പത്ലു ഒരു ഐഡിയയുണ്ട്. ഞാൻ ഏലിയൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ നിനക്കിപ്പോ ഒരു കോഡ് അയച്ചു തരാം. നീ അത് അവർക്ക് അയച്ചു കൊടുക്ക്. ഇതാ വന്നിരിക്കുന്നു. ഇതേതോ പാട്ടിന്റെ ടൂൺ പോലെ ഉണ്ടല്ലോ. അല്ല അല്ല പത്ലു, ഇത് അവരുടെ സീക്രട്ട് കോഡാണ്. ഈ സീക്രട്ട് കോഡ് സാറ്റലൈറ്റിന്റെ സഹായത്തിനായിട്ട് സ്പേസില് ട്രാൻസിസ്റ്റ് ചെയ്യേ. ഓക്കെ മോട്ടു, ഇന്നാ പിടിച്ചോ. ഷെടാ, ഏലിയൻസ് സിഗ്നൽ ട്രേസ് ചെയ്തെന്നാ എനിക്ക് തോന്നുന്നത്. മോട്ടു ശരിക്കും നീ കലക്കി. ഏലിയൻസ് വന്നിരിക്കുന്നു. ജയ് ഹോ ആഹാ, സാറ്റലൈറ്റ് ഡിഫക്റ്റീവ്. എന്താന്ന് ചെക്ക് ചെയ്ത് റിപ്പയർ ചെയ്യേ. അയ്യോ, ഇടിക്കാൻ പോന്നു. താങ്ക് യു ഏലിയൻ ബ്രോ. ഇതിനകത്ത് ഇത്രയും വയറുണ്ടായിരുന്നോ? യെല്ലോ, ഗ്രീൻ, റെഡ്, ഇതിൽ ഏത് വയറാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലല്ലോ. യെസ്, ഈ വയർ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കേ. Ciao G, ciao G, ciao G, ciao, thank you, bye. Bye, welcome, Jochi. Bye bye. കലക്കി മോട്ടു, നിന്റെ ബുദ്ധി കാരണം ഇന്ന് ഒരു വലിയ ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. കണ്ടില്ലേ പത്ലു, ആരും എന്തുമാത്രം ഉണ്ടെങ്കിലും അത് എത്ര ഷെയർ ചെയ്താലും വേസ്റ്റ് ആയി പോവുകയില്ല. നീ പറഞ്ഞത് ശരിയാണ് മോട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.